ജിമ്മി, ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം പകർത്തി വെച്ചിരിക്കാനോടാ. എന്നാ എഴുതുന്നത് കറക്റ്റായിട്ട് അത് നോക്കിയിട്ടെങ്കിലും എഴുതിക്കൂടെ? മൊത്തം തെറ്റാ. പതിയെ പറയടാ തിണ്ടി. എല്ലാരും കേൾപ്പിച്ച് എന്നെങ്ങനെ നാട്ടിക്കാതെ പറ്റിപ്പോയി. എല്ലാവർക്കും അറിയാം നിന്റെ മാർക്ക്. ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാ? എടാ, നമ്മളെ വീട്ടിലെ മാർക്ക് വേറെ പറയാതെ പതിവ്. ഇപ്രാവശ്യം ദിവസം വീട്ടിലുണ്ടെന്ന് അറിയാലോ. അവളെങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ നിന്റെ കാര്യം തീരുമാനം. എന്താ ഇവിടെ സംസാരം? മാർക്ക് കണ്ടില്ല എല്ലാത്തിന്റെയും? നന്നായിട്ടുണ്ട് മിസ്റ്റർ ബ്രില്യൻ സ്റ്റുഡന്റ് ജിമ്മിയും. യെസ് സാർ. എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള മീറ്റിംഗും ടോക്കിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിൽ എന്റെ ഓഫീസ് റൂമിൽ വാ. എന്തിനാണോ വിളിക്കുന്നത്? അവിടെ ചെല്ലും പറയാലോ. മോൻ ചെല്ലെന്തായാലും. അങ്ങനെ എന്നെ കൊല്ലാനാണോ വിളിക്കുന്നതെന്നാവോ? ചാത്തനേക്കാന്ന് കമ്മിങ്. ജിമിൻ, പഠിക്കാൻ തന്നെയല്ലേ സ്കൂളിലേക്ക് വരുന്നത്? താൻ എന്താണ് എക്സാം പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത്? എൻ്റെ ക്ലാസ്സിൽ തന്നെ പോലെ മോശമായിട്ടുള്ള കുട്ടി വേറെ ആരുമില്ല. 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. താൻ അതുപോലെ ചെയ്തിട്ടില്ല വെച്ചാ താനിപ്പോൾ എന്തിനാ ഈ കരയുന്നത്? ഞാൻ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ പകർത്തി വെച്ചാൽ മാർക്കിട്ടായിരുന്ന. താൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നേ? താൻ ചെയ്ത് തെറ്റില്ല ഞാൻ പറഞ്ഞുള്ളൂ. പഠിച്ചുകൂടെ എന്നല്ല ചോദിക്കുന്നത്. ആരെങ്കിലും കേട്ട് വരും. ഇടോ, ഇതെന്തോളിയും കൂട്ടുന്ന ഈ ചെറുക്കൻ എന്റെ നാളും കെടുത്തു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒന്ന് പോയി തന്നെ. Get off my room. ജിമ്മിയുടെ അടുത്ത അങ്ങേരുടെ കളി. ഈ ചെറുക്കനത് എന്തിനു കരഞ്ഞോണ്ട് പോകുന്നേ? ഞാൻ എന്തോ ചെയ്തിട്ടോ? അയ്യോ, എനിക്ക് വയ്യ. ഇനി എങ്ങനെ ഇവനൊന്ന് സെറ്റാക്കി എടുക്കൂ? പറ, എന്താ നിനക്ക് പറയാനുള്ളത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കയ്യില്? എടാ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. അത്യാവശ്യം എടാ, പ്ലീസ്. അത്യാവശ്യം? എന്താ ഹെൽപ്പ് വേണ്ടത്? യാദൃച്ഛികമായി കണ്ടുമുട്ടി എന്റെ ലവ്, നിന്റെ അളിയൻ. അവനെ ഞാനിന്ന് ചീത്ത പറഞ്ഞിടാ. എന്റെ സ്റ്റുഡന്റ് അല്ലേ, അതിനുള്ള അവകാശം പോലും ഇല്ലേ? ചെറുക്കുന്നത് കരച്ചിലോട് കരച്ചിലായിരുന്നു. അവൻ എന്നെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാടാ? എടാ, അവന്റെ ആ പിണക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി അവനൊന്ന് സെറ്റാക്കി എന്റെ പ്രണയത്തിൽ വീഴ്ത്താൻ എന്തെങ്കിലും ഒന്ന് വഴി പറഞ്ഞാതെ. ഓ, തല പെരുക്കുന്നു. അയ്യോ, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ചെക്കിനെ മര്യാദയ്ക്ക് എനിക്ക് വളച്ചൊടിച്ച് എനിക്ക് പ്രേമത്തിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിന്റെ ഒക്കെ പ്രേമത്തിന് സഹായിക്കാൻ. ഞാൻ എന്താ വല്ല ലവ് ഗുരുവാനാടാ നിനക്കൊക്കെ ടിപ്സ് തരാൻ വേണ്ടി ഇവിടെ ഇരിക്കാൻ? എടാ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഞാനല്ലാതെ പിന്നെ ആരോടാ നിന്റെ അടുത്ത് ലവ് ടിപ്സ് ചോദിച്ചേ? ഹലോ, ഇവിടെ ഞാനാ ചോദിച്ചത്. സാറിന്റെ വൈഫിനെ വിളിക്കാൻ ടിപ്സ്. ഓ, ലിസിയെ സെറ്റാക്കി കൊടുക്കാനല്ലേ? എടാ, ലിസിയെ സെറ്റാക്കി കൊടുത്ത് നിന്റെ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ എന്റെ കാര്യം കൂടി ഒന്ന് നോക്കണ ചേർക്ക. ഇതൊക്കെ എന്റെ തലയിൽ തന്നെയുള്ളൂ വന്ന് വീഴുന്നതെന്ന് ആലോചിക്കപ്പെടാം. ഓ ഡാ, ആദ്യം എന്റെ ടീച്ചർ എന്നുള്ള പെരുമാറ്റമുണ്ടല്ലോ, അത് മാറ്റി പിടിക്കുക. അവൻ്റെ അടുത്ത് കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയിട്ട് അവന്റെ മുന്നിൽ പെരുമാറ്. കുറച്ച് നല്ല രീതിയിൽ അങ്ങ് ഫ്ലേർട്ട് ചെയ്യേ. അതൊക്കെ മോശമല്ലേ? ഞാൻ അവന്റെ ടീച്ചറല്ലേ? എന്റെ വേല പോവോ അവന്റെ മുന്നില്? അതൊന്നും ശരിയാവില്ല. അവൻ എന്റെ സ്റ്റുഡന്റ്. എന്നെ നീ ടീച്ചറെ പോലെ വടി പിടിച്ച് അവനവിടെ മിരട്ടിക്കൊണ്ട് അവിടെ ഇരിക്കും. ഈ പണിക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നിൽക്കരുത് കേട്ടോ. എൻ്റെ അളിയന് വേണ്ടി ഇപ്പോൾ വേറെ നല്ല ചെറുക്കിനെ വല്ല കണ്ടുപിടിച്ചല്ലോ, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളത്. നിന്നെ പോലെയുള്ള അൺറൊമാൻറ്റിക് മൂരാച്ചൊന്നും എൻ്റെ അളിയന് വേണ്ട. അയ്യോ, നിനക്ക് അടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ? നിനക്ക് വേണ്ടി ഞാൻ ഐസ്ക്രീം, ലോലിപോപ്പ്, കപ്പലണ്ടി മുട്ടായി, ജീരക മുട്ടായി എല്ലാം മേടിച്ചു തരാം. നിന്റെ കാല് വരെ ഞാൻ പിടിക്കാം. ഇവിടെ നീ പറഞ്ഞ് എന്ത് പണിയെടുക്കാം. അവനെ എന്നെ നിന്ന് അകറ്റരുത്. നീ എനിക്ക് തന്നെ അവനെ തരണം. ഇല്ലെങ്കിൽ ഞാൻ അവനെ എടുക്കും. പ്ലീസ്, ഞാൻ നീ പറയുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. സാർ, ഞാൻ എൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം? ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? ജിനി, സർവിളി വേണ്ട, തേമതി. അവളെ പെയ്യല്ലേ താൻ. അവളുടെ എന്ത് കാര്യത്തിനും നീ തന്നെ ഉണ്ടാവണം. നീ ഇല്ലാതെ അവൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ലെന്ന രീതിയിലാക്കി തീർക്കണം. അല്ല, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചെയ്താൽ മതി. എല്ലാവരും ഉണ്ടല്ലോ, എനിക്കൊരു ഹെൽപ്പ് വേണം കേട്ടോ. നിനക്കും ജിമ്മി. അളിയ, ലിസ വന്നല്ലേ കൂടെ? ലിസയ്ക്ക് കുറച്ച് വർക്കുണ്ട്. അവിടെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്താ ജിമ്മി, ഇപ്രാവശ്യത്തെ എക്സാമിന് തനിക്ക് പൂജയാണല്ലോ മാർക്ക്. ഇത്രയും നല്ല മാർക്കാണോ താൻ എല്ലാ പ്രാവശ്യവും മേടിക്കാറ്? എൻ്റെ ഫ്രണ്ടാണ് തൻ്റെ ടീച്ചർ എന്നുള്ളത് മറന്നുപോയി ജിമ്മി.
ഇതുപോലൊന്നും ഞാൻ മാർക്ക് ഇതുവരെയായിട്ട് മേടിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാ. ഞാൻ 1, 2, 3, 4 മാർക്കൊക്കെ മേടിക്കാറുണ്ട്. 0 എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ആ സാറിൻ്റെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. ജിമ്മി 1, 2 എന്താ ജിമ്മി ഇത് മാർക്ക് എങ്ങനെ? ഞാൻ അവനോട് എന്തായാലും നിന്നെ നല്ലപോലെ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കയ്യെ മിണ്ടരുത്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടണം. മര്യാദയ്ക്ക് പഠിച്ചണം കേട്ടോ. നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടാവും. ജിമ്മിക്ക് പണിഷ്മെൻ്റ് ഇത്ര ഇഷ്ടമാണോ? അവൻ നിന്നെ ശ്രദ്ധിച്ചോളൂ. ട്യൂഷൻ എടുക്കാൻ തന്നെ കേട്ടോ. എന്തപ്പോൾ ഇവിടെ നടന്നേ? എൻ്റെ ഹാർട്ട് ബീറ്റ് എന്തെങ്ങനെ? അളിയനടുത്ത് കാണാൻ എന്തൊരു ഭംഗിയാ. എനിക്ക് നാണം വരുന്നു. വെറുതെ എല്ലാ കുക്കി മൂക്കും കുത്തി വീണത്. എനിക്കും അളിയനോട് കൊല്ലിടത്തുണ്ട് ഞാൻ നിന്നെന്ന്. കുക്കി അവൻ്റെ ഒരു ഒടുക്കത്തെ ഒരു ചിരി. ലീസയുടെ ഭർത്താവന്ന് നീ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മോൻ്റെ മനസ്സിൽ ഇളക്കം വേണ്ട. അങ്ങേരെങ്ങാനും നീ നോക്കിയോ തുറന്നെടുക്കും നിന്റെ കണ്ണ് ഞാൻ. അവൻ്റെ ഒരു ഈ പ്രശ്ന പരീക്ഷകളിൽ മാർക്ക് മേടിച്ചില്ലെങ്കിൽ ആ കാലമാടെ എന്നെ കൊല്ലും. ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. ജിമ്മിക്ക് പനിഷ്മെന്റ് വേണോ? പനിഷ്മെന്റ് നിനക്ക് ഇഷ്ടമാണോ ജിമ്മി? എന്ത് പനിഷ്മെന്റ് ആണോ എന്തോ. അളിയനെ കാണാൻ എന്തൊരു ഭംഗിയാ. അടുത്ത് വെച്ച് കാണുമ്പോ കണ്ണും മുക്കും ലിപ്സും എനിക്ക് വയ്യ. ആലോചിക്കുമ്പോ തന്നെ അങ്ങേരെങ്ങനെ നോക്കി നിന്റെ കണ്ണ് ഞാൻ തുറന്നെടുക്കും ജിമ്മി. അവൻ്റെ ഒരു അയ്യോ വേണ്ട വേണ്ട. എനിക്ക് അങ്ങനെ നടക്കാൻ തീരെ താല്പര്യമില്ല. ഞാനെന്തിനിപ്പോ അളിയനെ കുറിച്ച് ആലോചിക്കുന്നത്? ജിമ്മി കോൺസെൻട്രേഷൻ സ്റ്റഡി. തേടിയ ആ കുക്കിയോ എന്ത് വേണം? ലിസിയുടെ കാര്യമാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുവരാൻ ചെല്ലണ്ടെന്ന് അവൾ തന്നെ പറഞ്ഞിരുന്നു. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇയാളുടെ മനസ്സിൽ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അളി വലിയ മന്മഥനാണെന്നാണോ വിചാരം? എന്ത്? അല്ല, ജിമ്മിയുടെ അടുത്ത് പോയി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? താൻ എന്നെ വീഴ്ത്തിയ പോലെ അല്ല, ഞാൻ വീണില്ല. എന്നാലും എൻ്റെ അടുത്ത് വന്ന് പെരുമാറിയ പോലെ താൻ അവൻ്റെ അടുത്ത് പെരുമാറാൻ നോക്കുകയാണോ? തന്നെ അടുത്ത് ചെന്നപ്പോൾ അവനൊരു ഇളക്കം എന്താ താൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്? എൻ്റെ അടിയൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? ഞാൻ അവൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും വാട്ട് ഈസ് യുവർ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്, എനിക്ക് പ്രോബ്ലം ഉണ്ട്. അല്ല, ലിസയ്ക്ക് പ്രോബ്ലം ഉണ്ടോ? അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഉണ്ട്. താനിങ്ങനെ എല്ലാ ആമ്പിളടുത്തും ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്നതൊന്നും അത്ര നല്ലതൊന്നുമല്ല. അളിയന് അതിൻ്റെതായ മാന്യതയ്ക്ക് പെരുമാറാറിയണം. നോട്ടത്ര ശരിയല്ലല്ലോ. എനിക്ക് പറയാളെ പറഞ്ഞു, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണ്ടേ? മാറി നിൽക്ക്, എനിക്ക് പോകണം. ഇല്ലെങ്കിൽ ഞാൻ അത് ബാക്കി കൂടി പറയേ കേൾക്കട്ടെ. ഒന്നുമില്ല, ലിസ വരും. മാറിക്ക്. എന്താ? ജിമ്മിയുടെ അടുത്ത് ഞാൻ അങ്ങനെ അടുത്തൊന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ജലസ് അടിച്ചോ? എനിക്കെന്തിനാ? എനിക്ക് ജലസൊന്നുമില്ല. അവൻ്റെ അടുത്ത് അളിയൻ എങ്ങനെ വേണമെങ്കിൽ സംസാരിച്ചെന്താ? അളിയനല്ലേ. പിന്നെ ചേച്ചി താൻ എൻ്റെ അടുത്ത് പെരുമാറുന്ന പോലെ അവൻ്റെ അടുത്ത് പെരുമാറി അവനും കൂടി എന്നെ വിഷമത്തിലാക്കിയ പോലെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലിസു അവളും സങ്കടപ്പെടും. അതാണോ കാരണം? അല്ലാതെ എന്നോടുള്ള കെയറിങ് കൊണ്ടല്ല. എന്നെ എങ്ങാനും നഷ്ടപ്പെട്ടാലോ? ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഒന്ന് മാറി തന്നെ. അളിയൻ്റെ സ്ഥാനത്തേക്കണോ? ഇങ്ങനെയൊന്നും പെരുമാറരുത്. മാറിയത്. ഓക്കെ ഞാൻ മാറി. ലിസുവിനോടുള്ള കെയറിങ് കൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും വന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തായാലും അളിയൻ എന്തായാലും ചെല്ല്. ജിമ്മി അളിയനെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവനെ ശ്രദ്ധിക്കാൻ തൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചേൽപ്പിച്ചൊന്നും തോന്നുന്നില്ല. താൻ അവനെ ശ്രദ്ധിക്കേണ്ട, നോക്കും വേണ്ടെന്ന് പറയാനാണ് ഞാൻ വന്നത്. അങ്ങേരായിട്ടൊരു ശ്രദ്ധിക്കല്. ആരൊക്കെ ഇങ്ങനെ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാവും. ഇയാളുടെ പിന്നാലെ ഞാൻ ക്യാമറയും കൊണ്ട് നടക്കേണ്ടി വരും. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? മേഡം, നേരെ ഒരുപാടായില്ലേ? ഭക്ഷണം കഴിക്കണ്ടേ? ഇത് ഞാനുണ്ടാക്കിയ ഫുഡാ. മേഡം കഴിച്ചോളൂ. എനിക്ക് കൊണ്ടുവന്നതാണോ? താനെല്ലാം പ്രിപ്പയർ ആയിട്ടാണോ വന്നത്? അല്ല, തനിക്ക് കഴിക്കണ്ടേ? ഇപ്പോൾ
മാഡം ഞാൻ കഴിച്ചിരുന്നു, മാഡത്തിന് വേണ്ടിയത്. ഹൗ സ്വീറ്റ്. താങ്ക് യു സോ മച്ച്. മാഡം ദാ ഇത് കഴിച്ചോക്കൂ. ആ വാവ്, സൂപ്പർ ടേസ്റ്റ്. താൻ എനിക്ക് തന്നെ ഞാൻ കഴിച്ചോളാം. അടിപൊളി, നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. പിസ്സ റെഡി ഏറ്റു. എനിക്കത്ര കുക്കിംഗ് അറിഞ്ഞൂടാ. താൻ എനിക്ക് ഇതുപോലത്തെ ഫുഡ് ഇനി ഉണ്ടാക്കി കൊണ്ടുവരുമോ പ്ലീസ്? മാഡത്തിന് ഇഷ്ടപ്പെട്ട ഏതൊക്കെ ഫുഡ് വേണോ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. മാഡത്തിന് ഇല്ലാത്തതോ മാഡത്തിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാ. മാഡത്തിൻ്റെ ഫേവറേറ്റ് ഫുഡ്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കി തരാം. സോ സ്വീറ്റ്. താൻ എന്നെ മേഡെന്ന് വിളിക്കല്ലേ, എന്നെ അകൽച്ച പോലെ ലിസു എന്ന് വിളിച്ചോ. യു ആർ മൈ ഫ്രണ്ട്. ഓക്കെ ലിസു. ലിസു എന്ത് പറ്റി? ഒന്നുമില്ല ലിസു.